കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാ. അവർ മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞൊക്കെ. ഞങ്ങൾക്ക് സംശയമുണ്ട്, ബലമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് ഇവരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നതെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും MLA ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇവിടുന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. 3 ആഴ്ച മുൻപാണ് മുബഷീർ പോക്സോ കേസിൽ അറസ്റ്റിലായത്. മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നു. ബൈജു, വീണ്ടും ഒരു കസ്റ്റഡി മരണം ആരോപണം ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരള പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ നിരവധി കസ്റ്റഡി മർദ്ദന കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസ് ഒന്നടങ്കം പ്രതിക്കൂട്ടിലാകുന്നൊരു സംഭവം കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുബഷീറിൻ്റെ കുടുംബം എന്താണ് പറയുന്നത്? ടോമെ, തീർച്ചയായും ഇതിൽ കസ്റ്റഡി ഇത്തരത്തിലുള്ള ഒരു മരണമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ വലിയ തോതിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നത്. ഈ കുടുംബം പ്രധാനമായും പറയുന്നത്, കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ മുബഷീറിനെ ഇവർ ജയിലിൽ പോയി കണ്ടിരുന്നു. ആ സമയത്ത് തനിക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഇയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ അത് സമയത്ത് തന്നെ ജയിലിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു എന്നാണ് ഈ സഹോദരൻ ഉൾപ്പെടെ നമ്മളോട് ബൈറ്റിലായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതായിരിക്കുമോ, ഇനി രാവിലെ അങ്ങനെ ആയിരിക്കുമോ ഈ ആശുപത്രിയിൽ എത്തിച്ചതെന്നൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും രാവിലെയാണ് ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. അതിനുശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. മാത്രമല്ല, ഈ മർദ്ദനം ഏറ്റിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് MLAയും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഒരു വിദഗ്ധ പോസ്റ്റ്മോർട്ടം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. ഏതായാലും 2016 വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്, ബ്ലേഡ് കൊണ്ട് മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് മുബഷീർ ഈ കേസിൽ പ്രതിയാകുന്നതും പിന്നീട് ഇയാൾ വിദേശത്ത് പോകുന്നതും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയതാണ്. ഇങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടുന്നതും ഇയാളെ ജയിലിലേക്ക് റിമാൻഡ് ആവുന്നതും. ഏതായാലും ഇയാൾ ഈ ജയിലിൽ നിന്നും വലിയ തോതിൽ സഹോദരനോടും ഉമ്മയോടുമൊക്കെ ഇത്തരത്തിൽ തനിക്ക് വലിയ പ്രയാസം ഇവിടെ നേരിടുന്നുണ്ട്, തന്നെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുമെന്ന് പറഞ്ഞുവെന്നാണ് ഇവർ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ദുരൂഹത ഉയർന്നിരിക്കുന്നത്. ഒരു പക്ഷേ സഹതടവുകാരിൽ നിന്നും ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ, അതല്ല പോലീസുകാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ, അത്തരം സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെല്ലാം ഉത്തരം ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടായത്. ഇതെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് വൈകിട്ടോ അതല്ലെങ്കിൽ നാളെയോ ഇതിന്റെ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അതിൽ കൃത്യത നമുക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പ്രാഥമികമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ പുറത്തു വരും. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്, വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ASP, അതായത് ASP ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർമാർ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് വളരെ
ഗൗരവത്തോടു കൂടിയാണ് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ ഇത് എടുത്തിട്ടുള്ളത്. എന്നെ നെല്ലിക്കുന്ന MLA പോലുള്ള ജനപ്രതിനിധികളും ഇതിൽ ഇടപെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ മോർച്ചറിയുടെ മുൻപിൽ രാവിലെ കാണാൻ സാധിച്ചത്. ഈ പോലീസിനെതിരെ ഇത്തരത്തിൽ തന്റെ മകനെ കൊലപ്പെടുത്തി എന്ന തരത്തിൽ, അല്ലെങ്കിൽ തന്റെ സഹോദരനെ കൊലപ്പെടുത്തി എന്ന തരത്തിലൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളായി ഒരുപാട് അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും 2016 ഒരു കേസിൽ ഈ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ പോലീസ് പിടികൂടുന്നു, പിന്നീട് റിമാൻഡ് ആകുന്നു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവം നടന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നീട് മരണം സംഭവിക്കുന്നതും. അതായത് ബൈജു സൂചിപ്പിച്ചതുപോലെ റിമാൻഡ് പ്രതിയാണ്, ജയിലിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. മറ്റ് സഹതടവുകാർ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ കുടുംബം ആരോപിക്കുന്നതനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ മർദ്ദനമോ മറ്റോ കാരണമാകാം മരണം സംഭവിച്ചതെന്ന് കുടുംബം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മുബഷീറിനെ അലട്ടിയിരുന്നു? പോലീസ് ഈ കാര്യത്തിൽ ടോമെ പറയുന്നത് ഇയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നാണ്. അത് ആ സഹോദരനും വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഇയാൾക്ക് പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഹൃദയാഘാതമായിരുന്നു രാവിലെ ഈ മരണകാരണമെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഇയാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം, ജയിലുകളിലൊക്കെ ഈ പോക്സോ കേസിലൊക്കെ ജയിലുകളിലെത്തിയാൽ സാധാരണ ഈ തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്കെതിരെ മർദ്ദനം ജയിലിൽ നിന്നുണ്ടായിട്ടുണ്ടോ, അതല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ദുരൂഹത അകറ്റേണ്ട ആവശ്യം എന്തായാലും ഇതിലുണ്ട്. കുടുംബം ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം 2 ദിവസം മുമ്പ് ഇയാളെ കാണുകയും ഇയാൾ വല്ലാത്തൊരു മാനസിക വിഷമത്തിലായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം, തനിക്ക് ഇവിടെ നിന്നും മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു. പക്ഷെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കുടുംബം പോയപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹതടവുകാരിൽ നിന്നുള്ള മർദ്ദനം ഇയാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതാണ്. അങ്ങനെ ഇയാൾ പിന്നീട് ആ കേസിൽ നിന്ന് ഒഴിവാക്കി എന്ന് കരുതി ഇയാൾ വിദേശത്ത് പോവുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഒരു വാഹനാപകടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇയാളുടെ ആധാർ കാർഡ് പരിശോധിക്കുമ്പോഴാണ് ഇയാൾ ഒരു കേസിൽ വാറണ്ട് പ്രതിയാണെന്ന് അറിയുന്നതും പോലീസ് ഇയാൾ പിടികൂടുന്നതും പിന്നെ റിമാൻഡിലാവുന്നതും. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇയാൾക്ക് ഈ ജയിലിനകത്ത് നിന്നും ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ബന്ധുക്കളെല്ലാം തന്നെ, ഇവരുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. ഈ പോലീസിനെതിരെ പോലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു മോർച്ചറിക്ക് മുമ്പിൽ ഉണ്ടായത്. ഏതായാലും MLA ഇടപെട്ട് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കാം ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ. ഇപ്പോഴും സ്ഥലത്തൊരു പ്രതിഷേധമുണ്ടോ? കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോമെ, പ്രതിഷേധം നേരത്തെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതായത് പോലീസ് ഇതിലൊരു ഉറപ്പ് നൽകി എന്നെ നെല്ലിക്കുന്ന MLAക്ക് കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുമെന്ന ഒരു ഉറപ്പ് പോലീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ASP, കാസർഗോഡ് ASP തന്നെ നേരിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പിന്മേലാണ് പിന്നീട് ഈ പ്രതിഷേധം അല്പം ഒന്ന് ശമിച്ചത്. അത് എന്നെ നെല്ലിക്കുന്ന നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമായത്. നേരത്തെ എന്നെ നെല്ലിക്കുന്ന സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, വിദഗ്ധമായ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ അത്തരത്തിൽ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി അത് പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അവിടെ വിദഗ്ധ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചതും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഒരു ശമനമുണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. അങ്ങനെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്.
ടൗൺ പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ നമുക്ക് ഇതിൽ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ തടവുകാരിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾ ഇതിൽ തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് കടക്കുക. ടോം. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.